അത് നമ്മൾ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിലപാടിനെതിരെ ഭരണപക്ഷത്ത് നിന്ന് തന്നെ എതിർപ്പ് പരസ്യമായി. സർക്കാർ നയപരമായി നടപ്പാക്കിയ ഈ ബസ് നഗരവാസികൾ സ്വീകരിച്ചെന്നും ലാഭകരമാക്കുകയാണ് KSRTC ചെയ്യേണ്ടത് എന്നും VK പ്രശാന്ത് MLA. ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്ന ഗതാഗത മന്ത്രിയുടെ വാദം പൊളിക്കുന്നതാണ് KSRTC സർക്കുലർ സർവീസിന്റെ വരവ് ചെലവ് ശരാശരി കണക്ക്. ഡീസൽ ബസ് അതിന്റെ ആ റിപ്പോർട്ടിലേക്ക് ആദ്യം. KSRTCയുടെ ചിലവ് പരമാവധി കുറച്ചുകൊണ്ട് വരവ് പരമാവധി കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ KSRTCയുടെ അക്കൗണ്ടിൽ ഉണ്ടാവൂ. ഇപ്പോൾ KSRTCക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതുമെല്ലാം സംസ്ഥാന സർക്കാരാണ്. കാരണം ഫിനാൻസ് വകുപ്പിൽ നിന്ന് പൈസ തരുന്നു, അത് നമ്മൾ കൊടുക്കുന്നു. അതിനപ്പുറം ഒരുപാട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അവർക്ക്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ KSRTCയുടെ തനത് ഫണ്ട് വരണം. മന്ത്രിയുടെ പ്രതികരണമാണ് കേട്ടത്. അങ്ങനെ നമ്മൾ ആമുഖമായി പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങളൊക്കെ കത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും നടപടികളിലേക്കുമൊക്കെ ഗതാഗത മന്ത്രി ചുവടുവയ്ക്കുമ്പോൾ ഭരണപക്ഷത്ത് തന്നെ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. നയപരമായ കാര്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ നയമെന്ന നിലയ്ക്കൊക്കെയാണ് ഇത്തരം പരിഷ്കാരങ്ങളിലേക്കൊക്കെ KSRTC കടന്നത്. മാത്രമല്ല ജനോപകാരപ്രദമെന്ന നിലയിലായിരുന്നു ആ ചുവടുവയ്പ്പൊക്കെ. അതൊക്കെ പുച്ഛഭാവത്തോടു കൂടി മന്ത്രി തിരസ്കരിക്കുകയാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്ന അതിഥികൾ ഇവരാണ്. ദിജോ കാപ്പൻ പൊതുപ്രവർത്തകൻ നമ്മോടൊപ്പം തത്സമയം ചേരും. ഒപ്പം രാഹുൽ MG രാഹുൽ ATSന്റെ പ്രതിനിധിയാണ്. ഒപ്പം VK പ്രശാന്ത് MLA കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം MLA നിന്ന് തന്നെ നമുക്ക് ഈ ചർച്ച തുടങ്ങാമെന്ന് കരുതുന്നു. VK പ്രശാന്ത്, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പം മുമ്പ് വന്നിരുന്നു. 3 മണിക്കൂറാണ് കാണിക്കുന്നത്. അതായത് തിരുവനന്തപുരം, അത് ഞാനൊന്ന് വായിച്ചിട്ട് അങ്ങയിലേക്ക് ഒരു ക്ലാരിറ്റിക്ക് പോരാം. തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ച് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായ മെയിൻ്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് KSRTC ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഗതാഗത മന്ത്രി 2 ദിവസം മുൻപ് പറഞ്ഞ അല്ലെങ്കിൽ മാറ്റത്തിന് വഴിവെക്കും എന്ന് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തെയാണ് അങ്ങ് ഖണ്ഡിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ എന്ത് യുക്തിയോടുകൂടിയുള്ള ഒരു സമീപനമാണ്, പ്രതികരണമാണ് അങ്ങ് ഈ 4-5 വരികളിലൂടെ ഇട്ടത്? അതൊന്ന് വിശദമാക്കിയാൽ മാതൃഭൂമി ന്യൂസിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇലക്ട്രിക് ബസ്സുകൾ വ്യാപകമാക്കുന്നതിനും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയപരമായി തീരുമാനിച്ചൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി, ഇപ്പോൾ സ്മാർട്ട് സിറ്റി വഴി 100 ബസ്സുകൾ വാങ്ങി. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബസ്സുകൾ വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഘട്ടം ഘട്ടമായി നഗരത്തിലോടുന്ന മുഴുവൻ ബസ്സുകളും ഇലക്ട്രിക്കിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നയമായി പ്രഖ്യാപിച്ചത്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ബസ്സിലേക്ക് ആളുകൾ കയറി തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇലക്ട്രിക് ബസ്സുകളുടെ സേവനം ജനങ്ങൾക്ക് നന്നായി കിട്ടുകയാണ്. 10 രൂപ ഗവൺമെൻറ് നിശ്ചയിച്ചതിൻ്റെ ഭാഗമായി 10 രൂപ കൊടുത്ത് ജനങ്ങൾ ആ വാഹനത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരമൊരു നിലപാട് മാറ്റത്തിലേക്ക് വരുന്നത്. അത് നമുക്ക് യോജിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റേണ്ടത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലാഭകരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാൾ ലാഭകരമാണ് എന്നുള്ള നിലയ്ക്കുള്ള കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലാഭകരമല്ല എങ്കിൽ ലാഭമാക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയം തീർച്ചയായിട്ടും ഇലക്ട്രിക് വെഹിക്കിളുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്, മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തിരുവനന്തപുരം നഗരത്തിലാണ് നടപ്പാക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നഗരം. ഇപ്പോൾ നമ്മുടെ നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ കെട്ടിടങ്ങളിലെല്ലാം തന്നെ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ആ നിലയിൽ ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡ് വഴി നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ഈ നിലയിൽ ആവശ്യം വേണ്ടുന്ന പദ്ധതി സഹായവും നൽകി വരികയാണ്. അപ്പോൾ ഇത് നിൽക്കവേ എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയുക? അപ്പോൾ അത് ജനങ്ങൾക്ക് ഒന്ന് തുടരണം. ഇപ്പോൾ ആ മന്ത്രിയുടെ ആ ഒരു സമവാക്യങ്ങളും മന്ത്രി ഇതിൽ കാണുന്ന കണക്കിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞാണ് അദ്ദേഹം ഇതിലെന്ത് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇത് താങ്കൾ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിന്റെ നയം ഒരു മന്ത്രിക്ക് അറിഞ്ഞൂടെ എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. മന്ത്രി ഇക്കാര്യത്തിൽ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് കേട്ട ശേഷം ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം
അവർക്ക് ഉണ്ടാക്കിയവർക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ദൈവം തമ്പുരാന് മാത്രമേ അറിയാവൂ എന്നാണ് യാഥാർത്ഥ്യം. ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താൽ മതി, ഇതിന് 1 കോടി രൂപ കൊടുക്കണം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് 4 വണ്ടി വാങ്ങിക്കാം. അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ വണ്ടി കാണും. അതാകുമ്പോൾ മലയോര പ്രദേശം ഇതിപ്പം പൊന്മുടിക്ക് പോകാൻ പറ്റുമോ? വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഞാൻ അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ട്? ഇത് 10 രൂപ വാങ്ങിച്ച് മുന്നിൽ പോകുമ്പോൾ പഴയ KSRTC ബസ് പുറകെ പോകുന്നുണ്ട്. അതിന് ഈ 10 രൂപയുടെ റേറ്റല്ല, അതിൻ്റെ പുറകിൽ പ്രൈവറ്റ് ബസ്സുകാരൻ വരുന്നുണ്ട്. ഇപ്പം എല്ലാവരുടെയും വയറ്റത്തടിച്ചു, ഓട്ടോറിക്ഷക്കാരുടെയും വയറ്റം. ശ്രീ വി കെ പ്രശാന്ത്, മന്ത്രിയുടെ യുക്തി ഇതാണ്, ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു നയം എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് വെൽഫെയർ സ്റ്റേറ്റ് ആയാലും അവിടെ എന്താണ്, ജനങ്ങൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരട്ടപ്രഹരം ഏൽപ്പിക്കാതെ അതൊരു തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം. ഇടതുപക്ഷത്തിന്റെ നയം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ വെൽഫെയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു മന്ത്രി വന്ന് വളരെ പുച്ഛഭാവത്തോടു കൂടി പറയുകയാണ് ഇത് എത്ര നാൾ ഈ ഇലക്ട്രിക് സംവിധാനം പോകുമെന്ന്. ഈ മറിച്ച് അദ്ദേഹം പറയുന്ന ഈ ഡീസൽ വണ്ടികൾ എത്ര കാലം പോകുമെന്ന് ജനത്തിനും അങ്ങേക്കുമൊക്കെ ബോധ്യമുള്ളതാണ്. അപ്പോൾ ഇത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഗതാഗത മന്ത്രി ഇങ്ങനെ പറഞ്ഞതെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അല്ല, അദ്ദേഹം KSRTCയുടെ ഒരു ദീർഘകാല നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 100 ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ KSRTCക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണം മുടക്കിയിരിക്കുന്നത് ഈ നയത്തിൻ്റെ ഭാഗമായി സ്മാർട്ട് സിറ്റിയാണ്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, KSRTCയുടെ മുതൽ മുടക്കില്ലാതെയാണ് ഈ വാഹനങ്ങൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് സംവിധാനങ്ങൾ KSRTC ഒരുക്കണ്ടേ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. ഇപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ കാര്യവും ചൈനയുടെ കാര്യവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വായുമലിനീകരണം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് പല നഗരങ്ങളിലും ഉണ്ട്. അതിൻ്റെ ഒരു പ്രതിവിധി എന്ന നിലയിലാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പതിയെ ലോകത്ത് പല നഗരങ്ങളിലും വാഹനങ്ങൾ ചുവടുമാറുന്നത്, മറ്റ് ഗ്യാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നത്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു നയം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് ഡീസൽ ബസ്സുകൾ അദ്ദേഹം പറഞ്ഞതുപോലെ മലയോര മേഖലകളിലും മറ്റ് സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നതിൽ തടസ്സവുമില്ലല്ലോ. അപ്പോൾ അത് ആ നിലയിൽ ക്രമീകരിക്കുക, നഗരങ്ങളിൽ ഇത്തരം ഒരു അപ്രോച്ച് എടുക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ ഡീസൽ ബസ്സുകൾ ഉപയോഗിക്കുന്ന നിലയിലേക്ക് എടുക്കുന്നതായിരിക്കും ഉചിതം. KSRTC വാങ്ങുന്നത് ഡീസൽ ബസ്സുകൾ വാങ്ങിയാൽ മതി. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചും കിഫ്ബി ഉപയോഗിച്ചും വാങ്ങുന്ന ഫണ്ടുകൾ KSRTCക്ക് യാതൊരുവിധ ബാധ്യതയും വരുന്നില്ലല്ലോ. ആ പണം മുഴുവൻ അതിൻ്റെ മുടക്ക് മുതൽ മുഴുവനായി കിഫ്ബിയും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയും മുടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലർത്ഥമില്ല. നിലവിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള വാഹനങ്ങളെ ലാഭകരമാക്കുന്നത്, ഇപ്പോൾ 10 രൂപ എന്നുള്ളതാണ് നഷ്ടത്തിന് കാരണമായെന്ന് പറയുന്നു. ആ 10 രൂപയാക്കിയതാണ് ആ വാഹനങ്ങളെ ജനകീയമാക്കിയ ഒരു ഘടകം എന്ന് പറയുന്നത്. റിപ്പോർട്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ റിപ്പോർട്ട് കാണുമ്പോൾ ഇതിന്റെ ഒരു ചുരുക്കം മനസ്സിലാകും. ആ റിപ്പോർട്ട് ഒന്നുകൂടി. ഇലക്ട്രിക് ബസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ സംശയത്തിന്റെ മുന്നിൽ നിർത്തിയാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കടന്നാക്രമണങ്ങൾ. ഇന്നലത്തെ ഈ പ്രതികരണത്തിൽ എല്ലാമുണ്ട്. പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ കിടപ്പുണ്ട്, അത് 2.5 തേങ്ങ എടുത്ത് ഞാനങ്ങ് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ കാണിക്കേണ്ടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കഴിക്കണം. ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യത്തില്ല. വേറെ ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയണം, ഞാൻ ചെയ്യത്തില്ല. ആന്റണി രാജു ഇതിനോടൊന്നും പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും കടുത്ത പ്രതിഷേധത്തിലാണ്. ഇലക്ട്രിക് ബസ്സുകൾ സിറ്റി സർക്കുലർ സർവീസായി ഓടുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ്. അതിനാൽ ഇനി പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ലെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിലപാടിനെതിരെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് പരസ്യമായി രംഗത്തെത്തി. വിഷയത്തിൽ ഭരണപക്ഷത്തു നിന്നുയർന്ന ആദ്യ ശബ്ദം. മലിനീകരണം കുറയ്ക്കാനുള്ള ഇലക്ട്രിക് ബസ്സുകളെ നഗരവാസികൾ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലാക്കാനും കൃത്യമായ മെയിൻ്റനൻസിനും സൗകര്യമൊരുക്കുകയാണ് KSRTC ചെയ്യേണ്ടതെന്ന് VK പ്രശാന്ത് ഫേസ്ബുക്ക് പേജിൽ ഗതാഗത മന്ത്രിക്ക് മറുപടി നൽകി. 1 കോടി രൂപ മുടക്കി ഒരു ബസ് വാങ്ങിയിട്ട് വരുമാനം 5000 രൂപയെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ വിമർശനം. എന്നാൽ ഗതാഗത മന്ത്രിയുടെ വിലയിരുത്തൽ വസ്തുതാപരമല്ലെന്ന് KSRTC സിറ്റി സർക്കുലറിന്റെ ശരാശരി വരവ് ചെലവ് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കാം. ഡീസൽ ബസ് ഓഗസ്റ്റ് മാസത്തിൽ 1 കിലോമീറ്റർ സർവീസിന് 38 രൂപ 80 പൈസ നഷ്ടത്തിലായിരുന്നു. ഇലക്ട്രിക് ബസ് 6 രൂപ 40 പൈസ ലാഭത്തിലും. സെപ്റ്റംബർ മാസത്തിൽ ഡീസൽ ബസ് 45 രൂപ 10 പൈസ നഷ്ടത്തിലും ഇലക്ട്രിക് ബസ് കിലോമീറ്ററിന് 10 രൂപ 60 പൈസ ലാഭത്തിലും. സെപ്റ്റംബർ മാസത്തിലെ ഡീസൽ ചെലവ് പരിശോധിച്ചാൽ 1 കിലോമീറ്റർ ഡീസൽ ചെലവ് 33 രൂപ 40 പൈസയായിരുന്നു. വൈദ്യുതി ചെലവ് കിലോമീറ്ററിന് 4 രൂപ 60 പൈസ മാത്രം. ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിന്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ട്? അതായത് നഷ്ടമാണെന്ന ഗതാഗത മന്ത്രിയുടെ ഈ വാദം കണക്കുകൾ സാധൂകരിക്കുന്നില്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ശ്രീ VK പ്രശാന്ത്, ഇതാണ് യാഥാർത്ഥ്യം. കണക്കുകളാണ് ബോധ്യപ്പെടുത്തുന്നത്. 1 കോടിക്ക് ഒരു ബസ് വാങ്ങിക്കുന്നതും
അല്ലെങ്കിൽ അതിന് 4 മറ്റ് ഡീസൽ ബസ് വാങ്ങാമെന്ന് പറയുമ്പോൾ ഇത് പൊള്ളയാണ്, കൃത്യമായി പൊള്ളയാണ്. അത് ബോധ്യപ്പെടുന്നതാണ് ഈ കണക്ക്. അപ്പോൾ ഈ സാധാരണക്കാരൻ്റെയൊക്കെ, കാരണം 10 രൂപയ്ക്ക് വേണ്ടി വണ്ടിയിൽ കയറുന്ന ആളുകൾ, അവർ ഈ നഗരത്തിൽ കണക്ട് ചെയ്ത് പോകുന്ന എത്രയോ പാവങ്ങളായിരിക്കാം. അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ജനകീയ മുഖമാണ്. അതാണ് ഞാൻ അങ്ങയുടെ വരികളിൽ അടിവരയിടുന്ന ഒരു കാര്യം, നയപരമായ തീരുമാനം എന്നാണ്. അപ്പോൾ ഈ കണക്കുകൾ പൊള്ളയാണ്. അതുയർത്തുന്നത് ശരിയാണോ? ഇവിടെ വലിയൊരു വിഭാഗം ജനതയെ മറന്ന് നമുക്ക് ഒരു സംശയമില്ല, ഈ KSRTCയിൽ വരുമാനം ഉണ്ടാക്കണം. ഈ പാവപ്പെട്ട ഈ വിരമിച്ച ആളുകൾക്ക്, പെൻഷൻകാർക്ക് ശരാശരി പൈസ അവർ അക്കൗണ്ടിലേക്ക് എത്തണം, മുടങ്ങാതെ നമുക്ക് ശമ്പളം നൽകണം. പക്ഷെ അത് സാധാരണക്കാരുടെ നെഞ്ചത്ത് നിന്നാണോ ഇത് തുടങ്ങേണ്ടത് ശ്രീ പ്രശാന്ത്? അല്ല, KSRTCയെ പുനരുദ്ധരിക്കുക എന്നുള്ളത് LDF ഗവൺമെന്റിന്റെ നയമാണ്. അതുകൊണ്ടാണ് പ്രതിമാസം ഏതാണ്ട് 30 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് സാലറിയുടെ വിധത്തിൽ നൽകുന്നത്. 3000 കോടി രൂപയിലധികം അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാക്കേജായി നൽകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പ്രതിബദ്ധതയാണ്. അപ്പോൾ ആ സ്ഥാപനത്തെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായത്തെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇലക്ട്രിക് വെഹിക്കിളുകളെ സംബന്ധിച്ച് അതിപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. അത് ലാഭകരമാണ് എന്നുള്ളതാണ് നേരത്തെ അവതരിപ്പിച്ച കണക്കിലടക്കം വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ അതിനെ തുടർന്നു കൊണ്ടുപോവുക, അതിൻ്റെ ഡ്യൂറബിലിറ്റി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ AMC അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ ഈ വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കമ്പനികളുടെ സഹായത്തോടു കൂടി അത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള സംവിധാനം KSRTC ഒരുക്കുക. അപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചും സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചും വാങ്ങിയ ബസ്സുകൾ അതൊരു ബാധ്യതയാണ് എന്നുള്ളൊരു നില വരുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പങ്കുവച്ചത്. KSRTCയുടെ ദീർഘകാല ഭാവിക്ക് വേണ്ടി മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളുമായിട്ട് ഞാൻ യോജിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിന് അദ്ദേഹം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ പിന്തുണ കൊടുക്കും. ഇവിടെ നഗരമലിനീകരണം കുറയ്ക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് LDF ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. അതിന് അനുയോജ്യമായിട്ടുള്ള എന്നുള്ള നിലയ്ക്കാണ് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പരിഗണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അങ്ങനെയൊക്കെ എത്താം. ശ്രീ ദിജോ കാപ്പൻ, ഇലക്ട്രിക് ബസ്സുകൾ ഇനി വേണ്ടതേ ഇല്ല എന്ന ഒരു മന്ത്രി നിലപാടെടുക്കുമ്പോൾ നമുക്കറിയാം, അങ്ങൊക്കെ പല പഠനങ്ങളുമായി ബന്ധപ്പെട്ട് പല സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അങ്ങയുടെ മുന്നിലുണ്ടാകാം. മറ്റ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് അറിയാം, ഇത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇത്തരം ബസ്സുകളുടെ, അതായത് മലിനീകരണം കുറച്ചുകൊണ്ട് ഒരു ഹരിത അവസ്ഥയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് പോവുക എന്നതാണ് പല രാജ്യങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും. നമ്മുടെയാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൊജക്ഷനൊക്കെ അതാണ്. അപ്പോൾ മന്ത്രിയുടെ ഈ ഒരു തീരുമാനത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? മന്ത്രിമാര് സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥര് ആ മന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കയറാനായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ബഹുമാനപ്പെട്ട ഗണേശൻ ഇതിനു മുമ്പ് മന്ത്രി ആയതുകൊണ്ട് അങ്ങനെ KSRTCയിലെ ചില ഉദ്യോഗസ്ഥന്മാർ, 2ാം കടാറിലെ 3ാം ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പം എന്തായാലും മന്ത്രിയുടെ പ്രതികരണം കണ്ടിട്ട് അങ്ങനെ ആരോ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം അദ്ദേഹം നഷ്ടത്തിന്റെ കണക്കാ പറയുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA പറയുന്നുണ്ട് ഈ ഇലക്ട്രിക് ബസ് വാങ്ങിച്ചു കൊടുത്ത് KSRTCയുടെ ഫണ്ടിൽ നിന്നല്ല എന്ന്. ഇനി ആ ഫണ്ടിൽ നിന്നാണെന്ന് തന്നെ സങ്കല്പിക്കാം. എങ്കിൽ പോലും ദൈനംദിന പ്രവർത്തന ചെലവ് ഇലക്ട്രിക് ബസ്സും ഡീസൽ ബസ്സുമായിട്ടുള്ള കമ്പാരിസൺ നോക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് 4 ബസ് മേടിക്കാം, 1 കോടി രൂപയ്ക്ക് 4 ബസ് മേടിക്കാം. അത് കറക്റ്റാണ്. പക്ഷേ ഒരു ഇലക്ട്രിക് ബസ് ഓടുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റും ഒരു ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇപ്പൊ പ്രതിദിനം 70 രൂപ KSRTCക്ക് ഒരു കിലോമീറ്ററിൽ ചെലവും 55 രൂപ ഒരു കിലോമീറ്റർ വരുമാനമായി ഇപ്പൊ കിട്ടുന്നത്. അതായത് 15 രൂപ നഷ്ടത്തിലാണ് ഇന്ന് KSRTC ഓരോ കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കണക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1 കിലോമീറ്റർ ഡീസൽ ബസ് ഓടുന്നതിന് 26 രൂപ ചെലവാകുമ്പോൾ ഏതാണ്ട് 6 രൂപയേ ഉള്ളൂ ഇലക്ട്രിക് ബസ്സിന്. അതായത് 500 മുതൽ 600 കിലോമീറ്റർ വരെ ഒരു ഇലക്ട്രിക് ബസ് ഓടിയെന്ന് 500 കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 500 ഗുണം 20 രൂപ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10,000 രൂപ പ്രവർത്തന ചെലവിൽ ഒരു ദിവസം ലാഭം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു മാസം എത്ര കോടി രൂപയാ ലാഭം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കണക്ക് ആ മന്ത്രിയെ ബ്രീഫ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അടിയന്തരമായി, അല്ലെങ്കിൽ അവരോട് മന്ത്രി ഈ കണക്കൊന്ന് പരിശോധിക്കാൻ പറയണം. ഞങ്ങളിലൊക്കെ കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ച്. പിന്നെ ഇതിന്റെ ലൈഫിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എനിക്കത് പറയാനുള്ള വേദനയോടുകൂടി, അതായത് കേന്ദ്ര ഗവൺമെന്റ് 80% പണം മുടക്കി വോൾവോ ബസ്സുകൾ തന്നു.
ആ വോൾവോ ബസ്സുകൾ 4 അല്ലെ 5 വർഷം കൊണ്ട് കൊണ്ടുപോയി കണ്ടം ചെയ്തത് ലോകത്ത് കേരളത്തിൽ മാത്രമേ കാണുള്ളൂ. തേവര യാടിക്കൊണ്ടുപോയി അട്ടിയടിക്കിട്ടു. പക്ഷെ അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത ഡിപ്പോകളിൽ ആ ബസ് ഓടുന്നുമുണ്ട്. അതായത് ജനറോം ബസ് പാലായ്ക്ക് അനുവദിച്ച JN 4 എന്ന് പറയുന്ന ബസ് 2 ട്രിപ്പ് പാലാ തിരുവനന്തപുരം ഓടുന്നുണ്ട്. ആ ബസ് ഇപ്പോഴും ഓടുന്നുണ്ട്. അത് 680 കിലോമീറ്റർ ഒരു ദിവസം ആ വണ്ടി ഓടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അതിനുശേഷം 1ഉം 2ഉം കൊല്ലം കഴിഞ്ഞ് വന്ന പഴയ വണ്ടികളെല്ലാം കണ്ടം ചെയ്തു. അപ്പൊ അത് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ പാലാ ഡിപ്പോയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർമാരും അത് ഓടിച്ച ഡ്രൈവർമാരും കൃത്യമായി അതിന്റെ പ്രോപ്പർ സമയങ്ങളിൽ അതിന്റെ മെയിൻ്റനൻസ് നൽകി എന്നുള്ളതാണ്. അപ്പൊ ഈ 15 കൊല്ലമൊക്കെയാണ് വോൾവോ ബസ് മറ്റ് രാജ്യങ്ങളിലൊക്കെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും 15 കൊല്ലത്തോളം ഈ വോൾവോ ബസ് ഓടിയപ്പം നമ്മൾ അത് 5 കൊല്ലം ഉപയോഗിച്ചേ. എന്നിട്ട് ഇത് നഷ്ടത്തിന്റെ കണക്ക് പറയുന്നതിനകത്ത് യാതൊരു ഈ സേവയിൽ ശ്രീ ദിജോ ഇനിയും 950 ബസ്സുകൾ ലഭിക്കാൻ പോകുന്നു. അതിന്റെ ക്രമീകരണങ്ങളും അതിന്റെ വരുമാനത്തിന്റെ ഒക്കെ തന്നെ ഇനി അതിന്റെ ശേഷിയും അത് പങ്കിടലൊക്കെ ഇനി അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഉള്ളതാണ്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ ഒരു മന്ത്രി തന്നെ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് അള്ളുവെക്കുന്ന തരത്തിലേക്ക് ഒരു പ്രതികരണം നടത്തിയാൽ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലക എന്ന നിലയിൽ നമ്മുടെ പദ്ധതിക്ക് പോലും ഒരു സംശയത്തിന്റെ നിലയിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ? അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അതിനകത്ത് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന പോളിസി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പ്ലാനിംഗ് ബോർഡിന്റെ ട്രാൻസ്പോർട്ടിന്റെ വർക്കിംഗ് ഗ്രൂപ്പില് ഞങ്ങൾക്ക് തന്ന നോട്ടിനകത്ത് പറയുന്നുണ്ട് 2025 ആകുമ്പോഴേക്കും കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ 1/3 ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കണം എന്നാ പറയുന്നത്. അതനുസരിച്ചുള്ള സ്കീം തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ഈ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ ഉദ്യോഗസ്ഥന്മാര് ബ്രീഫ് ചെയ്തിരുന്നെങ്കിൽ, അദ്ദേഹം വരുന്ന പിറ്റേ ദിവസം അദ്ദേഹത്തിന് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും അറിയണമെന്നില്ലല്ലോ, അവര് ബ്രീഫ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തില്ലായിരുന്നു എന്ന് തന്നെയാണ്. ഉദ്യോഗസ്ഥരെ മാത്രം അങ്ങനെ അഭയം തേടുന്ന ആളല്ല. കാരണം വലിയ വലിയ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. അത് മുഖ്യമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ അവതരിപ്പിച്ചു. പച്ചക്കൊടി കാട്ടാൻ മുഖ്യമന്ത്രി ആഹ്വാനം നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യുക്തിബോധമൊന്നുമില്ലാത്ത അങ്ങനെ യുക്തി രഹിതമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ആളല്ല ഗണേഷ് കുമാർ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഒരു പോളിസിക്ക് എതിരായിട്ട് മാത്രമല്ല ഇതൊരു വിവിധ ഘടകകക്ഷികൾ ഉൾപ്പെടുന്ന ഒരു ഗവൺമെന്റ് ആണല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരു ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിനെതിരെ ഒരു മന്ത്രിക്ക് ആ വകുപ്പില് തിരിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നാണ് എന്റെ ഒരു ബോധ്യം. അതിനകത്ത് ഇനി മുഖ്യമന്ത്രി അല്ല ഗോയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തായാലും KSRTCക്ക് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ഇന്ന് വളരെ ഗുണപ്രദമാണ് ആ 10 രൂപയുടെ വണ്ടി. മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കളിയിക്കവിളയിലോട്ടൊക്കെ ഓടുന്ന ബസ് തമിഴ്നാട്ടിലോട്ട് കയറിയാൽ അത് വേണം, അത് നിലനിർത്തണം. അതിന് ചെയ്യാൻ കഴിയുന്നത് ഇടതുപക്ഷ MLA, കാരണം വട്ടിയൂർക്കാവ് MLA ആണെങ്കിൽ നഗരഹൃദയത്തിലുള്ള ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. അപ്പോൾ ഈ നഗരത്തിലെ മൊത്തത്തിൽ ഒരു ഉത്തരവാദിത്വം കൂടി ഈ വിഷയത്തിൽ വരികയാണ്. ശ്രീ VK പ്രശാന്ത്, അങ്ങനെ പാവങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാക്കാത്ത രീതിയിൽ ഇതിനൊരു തിരുത്തൽ പ്രതീക്ഷിക്കേണ്ടതല്ലേ? അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇടതുപക്ഷത്തിന്റെ നയത്തിന് വിരുദ്ധമാണ്. അത് കാട്ടേണ്ടതല്ലേ? ഏത് ഫോറത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും ശ്രീ VK പ്രശാന്ത്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ കണക്കും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതൊരു പോളിസി വിഷയം കൂടിയാണ്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ മലിനീകരണം കുറയ്ക്കുക എന്നുള്ളത് ഒരു വലിയ ദീർഘകാല ലക്ഷ്യം നമ്മൾ മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡീസൽ വാഹനങ്ങളും മറ്റ് ഇന്ധന വാഹനങ്ങളും ഒക്കെ കുറച്ചുകൊണ്ട് വരുന്നത്. അത് ഇന്ത്യയുടെ ദില്ലിയിലടക്കം അത്തരം സംവിധാനങ്ങളിലേക്ക് വരികയാണ്. പല നഗരങ്ങളിലും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരികയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖലകളിലടക്കം ഡീസൽ വാഹനങ്ങൾ മാത്രമേ അനുയോജ്യമാകൂ. അത്തരം സർവീസുകൾ അവിടെ പ്രാധാന്യം കൊടുക്കുക, നഗരങ്ങളിൽ ഈ നിലയിൽ ഇലക്ട്രോണിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു സമീപനം എടുക്കുകയായിരിക്കും ഉചിതം. അദ്ദേഹം കണക്കുകൾ വ്യക്തമാക്കിയാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം. നയപരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത്. കിഫ്ബിയുടെയും മറ്റൊക്കെ സഹായമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേറെന്തെങ്കിലും നമുക്ക് പ്രതികരിക്കുകയല്ല, അതിനപ്പുറത്തേക്ക് ഇത് കാണേണ്ട ആളുകൾ കാണണം. കാരണം ഇതാണ് നയം എന്ന് ബോധ്യപ്പെടുത്തണം. പാവങ്ങളെ കഷ്ടപ്പെടുത്തരുത്. ഒരുപാട് പേരുടെ ആശ്രയം ആണ് ഇത്. വന്നപ്പോൾ തന്നെ മാതൃഭൂമി ന്യൂസ് ഇത് ഫോക്കസ് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് എനിക്ക് എൻ്റെ അറിവിലും ഞങ്ങളുടെ റിപ്പോർട്ടർമാരുടെയൊക്കെ അറിവിൽ അല്ലാതെ തന്നെ ജനപ്രതിനിധി നിലയിൽ അങ്ങേയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. എത്രയോ ആളുകൾ കണക്റ്റിങ്ങിന് വേണ്ടി ഒരു സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സർവീസിനെ ആശ്രയിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തണം. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തില്ലേ അങ്ങ്?
അല്ല, തീർച്ചയായിട്ടും അത് നയപരമായ ഒരു വ്യത്യാസം എടുക്കേണ്ട സാഹചര്യം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് വിശദമാക്കട്ടെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആ കാര്യം ശ്രദ്ധിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ആ നിലയിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഒറ്റയടിക്ക് നിർത്തുമെന്നല്ലല്ലോ മന്ത്രി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിലനിർത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. അതിൻ്റെ നഷ്ടക്കണക്കിനെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കട്ടെ. തുടർന്ന് ലാഭത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം എടുക്കണം. അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇലക്ട്രിക് വെഹിക്കിൾ പാടില്ല എന്നുള്ളൊരു നയം തെറ്റാണ് എന്നുള്ളൊരു കാര്യമാണ്. ശ്രീ വി കെ തുടരുക. ഞാൻ MG രാഹുലിലേക്ക് ഒന്ന് പോകട്ടെ. ATUCയുടെ പ്രതിനിധിയാണ്, KSRTC യൂണിയന്റെ പ്രതിനിധിയാണ്. ശ്രീ രാഹുൽ, ഇക്കാര്യത്തിൽ സംഘടനകൾ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം നമ്മുടെ ആത്യന്തികമായ വിഷയം KSRTCയെ രക്ഷപ്പെടുത്തുക. അതിനേക്കാൾ ഉപരി താങ്കളും ഇടതുപക്ഷത്തെ സംഘടനയുടെ ഒരു ഭാഗമാണ്. ഇടതുപക്ഷത്തിനൊരു നയമുണ്ട്. ഇടതുപക്ഷത്തെക്കാൾ ഉപരി ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയുണ്ടല്ലോ. അത് കളഞ്ഞു പോകുന്ന ഒരു ഘടകം ഇതിലുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇതിൻ്റെ ഭാവിയെ കരുതിയുള്ള ഒക്കെ തീരുമാനമെത്തുമ്പോൾ ഒരു ഉട്ടോപ്യൻ നിലപാട് പോലെയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? എനിക്ക് തോന്നുന്നു ഇത് ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയ പല സന്ദർഭങ്ങളിലായി നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വരികൾക്കിടയിൽ നിന്നുള്ളൊരു വ്യാഖ്യാനത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ഒരു ചർച്ച ഉയർന്നു വന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. ഒരു ഘട്ടത്തിലും നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രിക് ബസ്സുകൾ KSRTC നിർത്താൻ പോകുന്നു എന്നൊരു ധാരണ, ഒരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിലവിൽ നമുക്കിപ്പോൾ 113 ഇലക്ട്രിക് ബസ്സുകൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടാതെ ഇപ്പോൾ പുതുതായിട്ട് വന്നു കിടക്കുന്നത് 20 ബസ്സും കൂടിയുണ്ട്. എന്തായാലും 160 ബസ്സുകളോളം ഇപ്പോൾ നമ്മൾ ഇതുവരെ ധാരണയായിട്ടുണ്ട് അത് ഓടിക്കുന്നൊരു സാഹചര്യം. ഈ വാങ്ങിയ വണ്ടികൾ 50 വണ്ടികൾ KSRTCക്ക് കിഫ്ബി ആദ്യം പണം അനുവദിച്ചതും പിന്നീട് അത് സ്വിഫ്റ്റിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് കിഫ്ബി വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ആ പണം സ്വിഫ്റ്റിന് കൊടുത്ത് സ്വിഫ്റ്റിനെ കൊണ്ട് ഇലക്ട്രിക് ബസ്സുകളെ വാങ്ങിപ്പിച്ചതുമാണ് 50 ബസ്സുകൾ ഇതിനകത്തുള്ളത്. 60 ബസ്സുകളോളം ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അടുത്ത 20 ബസ്സുകൾ വീണ്ടും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തും തർക്കമില്ല. ഇത് നിങ്ങളുമായിട്ടൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നോ ശ്രീ രാഹുൽ? ഇല്ലില്ല, ഗതാഗത വകുപ്പ് മന്ത്രിയും നമ്മൾ തൊഴിലാളി സംഘടനകളുമായിട്ട് ആ നിലയിലുള്ള ഒരു ചർച്ച നടന്നില്ല. ഫോർമലായി മെനങ്ങാന്ന് റെക്കഗ്നൈസ് യൂണിയൻസുമായിട്ടൊരു 1 മണിക്കൂർ നേരത്തെ ചർച്ച കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ആ ഒരു നിലയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സ്വാഭാവികമായ ഒരു മന്ത്രി എന്ന നിലയിൽ നടത്തുമ്പോൾ അത് ഓരോ വരിയായി നമ്മൾ വായിക്കും. നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അതിനകത്തുള്ള എന്താണ് ആ വിഷയം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നത് വായിച്ചെടുക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഇലക്ട്രിക് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതിനകത്ത് സംശയം താങ്കൾക്കുണ്ടോ? ഞാനത് ചോദിക്കുന്നത് കാരണം മുൻപിരുന്ന മന്ത്രിയുടെ മന്ത്രിയെ സംശയമുരയിലേക്കൊക്കെ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ ഒരുപാട് ആഡ് ചെയ്തു കൂടി അദ്ദേഹം പോകുന്നുണ്ട്. പഴയ പരിഷ്കാരങ്ങളൊക്കെ മാറ്റുകയാണ്, അതൊക്കെ ഇനി വേണ്ട എന്നൊക്കെയുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നുണ്ടോ? ഞാനത് പറയാൻ കാരണം ഈ ഒരു പ്രതികരണം അദ്ദേഹം നമ്മുടെ ആന്റണി രാജു നടത്തിയത് അദ്ദേഹം രാജിവെച്ചതിന് ശേഷമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ തിരുവനന്തപുരത്തെ നഗരക്കാഴ്ച ആസ്വദിക്കാൻ KSRTC പുറത്തിറക്കിയ ഡീസൽ ഉപയോഗിച്ചോടുന്ന ഡബിൾ ഡെക്കർ ബസ് ജനഹൃദയങ്ങൾ സാഹചര്യത്തിലാണ്. അത് ഈ ഡബിൾ ഡെക്കർ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വളയം പിടിച്ച് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും ഒരു മുപ്പിളമ തർക്കത്തിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിൽ? ഇല്ലില്ല, അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്, മാധ്യമങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ. ഞാൻ ഈ പ്രശ്നത്തിൽ നിങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഞാനത് പറയാം. ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട്. ആ വസ്തുത നമ്മൾ കാണാതെ പോകരുത്. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. 10 രൂപയ്ക്ക് ഓടുന്നത് KSRTCക്ക് ലാഭകരമല്ല എന്നുള്ളതാണ്. ലാഭം ഉണ്ടാവും സ്വാഭാവികമായി, ഡീസൽ അല്ലാതെ. ലാഭം വരുത്തുകയല്ലേ ഒരു മന്ത്രി ചെയ്യേണ്ടത്? അതിന് സംഘടനകളുടെയൊക്കെ അവരുടെയൊക്കെ അഭിപ്രായം ആരായാം. ഇടപിടി എടുത്ത് ഇനി 10 രൂപ അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ലാഭകരമല്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ആശങ്കയാണ്. അതാണ് ഇടത് നയം എന്ന സ്പെസിഫൈ ചെയ്ത് VK പ്രശാന്ത് ആ പോസ്റ്റിൽ ഇട്ടിരിക്കുകയും മറുപടി അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. അപ്പോൾ ഇടത് നയം അറിയാതിരിക്കുകയാണോ ഒരു മന്ത്രി? ഞാൻ ഏത് ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്? പറഞ്ഞോളൂ. എല്ലാത്തിനും ചോദ്യവും ഇതുമായി കണക്റ്റഡ് ആണ്. അല്ല, എല്ലാ ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയം എനിക്ക് അതിനു മുമ്പ് നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പറഞ്ഞോളൂ. ഇലക്ട്രിക് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 10 രൂപയ്ക്ക് ഓടുന്നു. ഗവൺമെൻറ്, കേരളത്തിലെ KSRTCയും ഗവൺമെൻറ്റും അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് തീരുമാനമെടുത്തത് 3 മാസത്തേക്കാണ്. അത് ബഹുമാനപ്പെട്ട MLAയ്ക്കും അറിയാം. ഇതിൻ്റെ തുടക്കം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 3 മാസത്തേക്ക് 10 രൂപ എന്ന നിലയിൽ യാത്രക്കാരെ ആകർഷിക്കാൻ തീരുമാനിച്ചു. 10 രൂപ നടപ്പിലാക്കി. ശരി, ആയിക്കോട്ടെ, അതൊരു ഓഫറാണ്.
അത് കഴിഞ്ഞ് വീണ്ടും KSRTC ഒന്നുകൂടി ഉത്തരവിറക്കി വീണ്ടും ഒരു 3 മാസത്തേക്ക് കൂടി ആ ഓഫർ നിലനിർത്തുന്നു. അങ്ങനെയും ഒരു സാഹചര്യം ഉണ്ടായി. അത് 6 മാസത്തേക്ക് പോയി. ആ 6 മാസം കഴിഞ്ഞിപ്പോൾ 1 വർഷക്കാലം പിന്നിട്ടു. 1.5 വർഷക്കാലം പിന്നിട്ടപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുന്നു. ഇവിടെ വരുമാന നഷ്ടം ഉണ്ടാകുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വിഫ്റ്റിനല്ല വരുമാന നഷ്ടം, അവിടെ KSRTCക്ക് വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഈ ഓടുന്ന വണ്ടികളെല്ലാം നാഷണലൈസ്ഡ് റൂട്ടിൽ കൂടിയാണ് ഓടുന്നത്. 30 രൂപയും 35 രൂപയും 40 രൂപയും KSRTC ബസ്സിന് കിട്ടേണ്ട അതേ റൂട്ടുകളിൽ കൂടി ബഹുമാനപ്പെട്ട MLA VK പ്രശാന്തിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ഈ വലിയവിള, തിരുമല, കരമന വഴി കിഴക്കേക്കോട്ട, തിരുമല ഒരു ബസ് കൊണ്ട് നിർത്തിയാൽ KSRTC ബസ്സിൽ കിഴക്കേക്കോട്ടയ്ക്ക് കയറാൻ പോകുന്നവൻ 18 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബസ് കൊണ്ട് നിർത്തുമ്പോൾ 10 രൂപയ്ക്ക് എടുക്കും. പിറകെ വരുന്ന KSRTCക്കാരന് അതിനകത്ത് ആൾ കിട്ടില്ല. ഇലക്ട്രിക് ബസ് 10 രൂപയ്ക്ക് കയറി ആളങ്ങ് പോകും. ഈ നഷ്ടം ഇത് ഒരു സ്ഥലത്ത് സ്വിഫ്റ്റിനെ ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം 10 രൂപയായാലും ലാഭമാണ്. പക്ഷേ നേരത്തെ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച് എടുത്തു വെച്ച വലിയ പ്രദർശിപ്പിച്ചൊരു കണക്കുണ്ടല്ലോ, ആ കണക്കിൽ KSRTC നഷ്ടമല്ലാതെ വേറെ അങ്ങനെ കാണിക്കും. കാരണം നാഷണലൈസ്ഡ് റൂട്ടിൽ അതിന് കിട്ടേണ്ടുന്ന വരുമാനം 10 രൂപ ഇപ്പുറത്ത് മാറി പോകുമ്പോൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പോകരുത്. കാരണം നഗരത്തിലെ അവസ്ഥയാണ് ഈ ബസ്സുകളിലൊക്കെ പുറകെ മറ്റ് അതിനെ പിന്തുടർന്നോ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ മറുഭാഗം പല രീതിയിൽ പല അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. കാരണം അവരെ സഹായിക്കാനാണോ മന്ത്രിയുടെ ഇങ്ങനെയുള്ള നിലപാട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമുണ്ടോ? പല സംശയങ്ങളാണ്. തിരുവനന്തപുരം നമുക്കറിയാമല്ലോ. തിരുവനന്തപുരം നഗരത്തിൽ പെർമിറ്റ് എടുത്ത് ഓടുന്ന ബസ് എത്ര? 100 ബസ്സല്ലേ തിരുവനന്തപുരം നഗരത്തിൽ പെർമിറ്റ് എടുത്ത് ഓടുന്നുള്ളൂ. അത് എങ്ങോട്ടേക്ക് ഓടുന്നതെന്ന് നമുക്കെല്ലാം ധാരണയുണ്ടല്ലോ. അതൊന്നും ഇതിനകത്തൊരു വിഷയമല്ല. ഇവിടെ ഇലക്ട്രിക് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങളിൽ ഇപ്പോൾ MLA സൂചിപ്പിക്കുന്നത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് KSRTCക്ക് യാതൊരു ബാധ്യതയുമില്ലാതെ തന്നു, തർക്കമില്ല. അത് 10 രൂപയ്ക്ക് ഓടുന്നത് കൊണ്ട് ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണോ? നഷ്ടമല്ല. ഇലക്ട്രിക് ബസ്സുകൾ 10 രൂപയ്ക്ക് ഓടിയാലും ലാഭമാണ്. പക്ഷേ മറ്റു സ്ഥലത്ത് ഡീസൽ ബസ്സുകൾ KSRTC ഓടുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം ക്രോസ് സബ്സിഡി എന്ന നിലയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന വരുമാനം ഉണ്ടാക്കി അതിനെ മറികടക്കാൻ കഴിയുന്നത് ഈ 10 രൂപ എന്നുള്ളത് മാറണം എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അത് സംഘടനകൾ എന്ന നിലയിൽ ഞങ്ങളും ആ കാര്യത്തിൽ ഒരേ നിലപാടാണ് പറയുന്നത്. വർദ്ധിക്കേണ്ട കാലാനുസൃതമായി വർദ്ധിക്കണം. സംഘടനകൾ ഒന്നാകെ മന്ത്രിക്ക് ഒപ്പം തന്നെ എന്നാണ് ശ്രീ രാഹുൽ പറയുന്നത്. ഞാൻ ഈ ചർച്ചയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഈ ചർച്ചയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. ഗതാഗത മന്ത്രി പരിഷ്കാരങ്ങൾക്ക് ഫോക്കസ് പ്രൊജക്ഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രതികരണം ഒന്ന് കേൾക്കാം. നമുക്കിത് നിലനിൽക്കണ്ടേ, എന്ന് ഓടണ്ടേ, അതാലോചിച്ചാൽ മതി. നമ്മൾ ദീർഘവീക്ഷണത്തോടെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ കിടപ്പുണ്ട്. അത് 2.5 തേങ്ങ എടുത്ത് ഞാനങ്ങ് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ കാണിക്കേണ്ടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കഴിക്കണം. ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യത്തില്ല. വേറെ ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയണം, ഞാൻ ചെയ്യത്തില്ല. ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ പോകുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. അല്ല, അന്ന് വന്നപ്പം ആൾ കയറാൻ വേണ്ടി ഈ ചെയ്തതാണെന്നാണ് MD പറയുന്നത്. പക്ഷേ അത് നമ്മൾ കണക്ക് നോക്കും. കാരണം ഞാൻ KSRTC യൂണിയൻ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിൽ അവർക്ക് കൊടുത്തേക്കുന്ന ഉറപ്പ്, കൃത്യമായ കണക്കുകൾ അവർക്കും അറിയാം. ഊഹക്കണക്കാണെന്ന് അത് പറ്റൂല. കൃത്യമായ കണക്കുകൾ ഇനി മുതലങ്ങോട്ട് അവരെയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ, ജനങ്ങളെയും ബോധ്യപ്പെടുത്തണ്ടേ. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീ VK പ്രശാന്ത്, അതായത് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അഴിമതിയിലേക്ക് പോലും ഒരു സംവിധാനത്തെ കൂടി ചൂണ്ടുന്ന തരത്തിലേക്ക്, കാരണം ഞാൻ ചെയ്യില്ല, മറ്റാരെങ്കിലും ഇവിടെ ചെയ്യുന്നോ എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ വേറെ ആരുമില്ല, മുൻപുള്ളതല്ല, അദ്ദേഹം സ്പെസിഫിക് പറയുന്നത് ഇപ്പോഴത്തെയാണ്. അപ്പോൾ ഈ സംവിധാനത്തെ കൂടി ഒരു നെഗറ്റീവ് തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സംഭാഷണം പോയിട്ടുണ്ടോ? കാരണം നേരത്തെ ശ്രീ രാഹുലിനോട് ചോദിച്ചത് വേറൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. നമ്മളൊരു IMKയുടെ പരസ്യം പോലും K-സ്മാർട്ടുമായി ബന്ധപ്പെട്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. ആ പരസ്യത്തിലെ ഒരു വാചകം വളരെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അത് തിരുത്തണം എന്ന് ശ്രീ MB രാജേഷ് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തെ മുഴുവൻ സംശയത്തിൻ്റെ നിഴലിലേക്ക് കൂടി മന്ത്രി കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ ശ്രീ VK പ്രശാന്ത്. ഇല്ല, മിനിസ്റ്ററുടെ നേരത്തെ രാഹുൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അതിനകത്ത് അത്തരം കാര്യങ്ങളിലല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ പിൻവലിക്കുന്നു എന്നുള്ള നിലയ്ക്കുള്ള ഒരു ചർച്ച വന്നിരിക്കുന്നു. അത് പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. മറ്റു കാര്യങ്ങളൊന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്ററും പറഞ്ഞിട്ടില്ല. ഞാൻ ഉന്നയിച്ചൊരു പോയിന്റ്, ഇത് വിവിധ ഫണ്ടുകളിലൂടെ KSRTCക്ക് ലഭിച്ച സഹായമാണ്. അപ്പോൾ അതൊരു നഷ്ടമാണ് എന്നുള്ളൊരു വ്യാഖ്യാനം ശരിയല്ല എന്നുള്ളൊരു വാദമാണ് നമ്മൾ ഉന്നയിച്ചത്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് പരിശോധിച്ച് അതിൻ്റെ കണക്കുകളടക്കം വ്യക്തമാക്കിയാൽ കൂടുതൽ ചർച്ചകൾ നടത്താം.
നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ നിശ്ചിത പീരീഡിലേക്കാണ് നമ്മൾ 10 രൂപ എന്ന് നിശ്ചയിച്ചത്. അത് കഴിയുമ്പോൾ അതിന്റെ ചാർജ് വർദ്ധിപ്പിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ഈ വാഹനങ്ങൾ ഓടിയത് കാരണം KSRTCയുടെ മറ്റ് ബസ്സുകൾക്ക് നഷ്ടമാണ് എന്നുള്ളൊരു വാദമാണുള്ളതെങ്കിൽ ഇതിന്റെ റൂട്ടടക്കം നിശ്ചയിച്ചത് KSRTC ആണല്ലോ. അപ്പോൾ നാഷണലൈസ്ഡ് റൂട്ടിൽ ഇത്തരം വാഹനങ്ങൾ ഒഴിവാക്കി റൂട്ട് നിശ്ചയിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ. അപ്പോൾ അത്തരം ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിച്ചത്. നമുക്ക് ചോർച്ച ഒഴിവാക്കണം. നന്നായിട്ട് ചോർച്ച എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് അവിടെ ആക്ട് ചെയ്യണം. അങ്ങനെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. ആക്ഷൻ പ്ലാൻ ഇപ്പോൾ തുടക്കത്തിലേ പാടുന്ന ഒരു ഘട്ടമാണെങ്കിൽ, കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ KV ഗണേഷ് കുമാർ പറഞ്ഞ ഒരു ലോങ് ടൈം പ്രോസസ്സിലൂടെയുള്ള ഒരു റിസൾട്ടിലേക്ക് വരുമ്പോൾ അവിടെ പക്ഷേ നഷ്ടം ജനങ്ങൾക്കുണ്ടാകരുത്. ആത്യന്തികമായി KSRTCയെ ആശ്രയിക്കുന്ന ആളുകൾ ഇപ്പോൾ എത്രയോ ലക്ഷം ആളുകൾ പിൻവാങ്ങുന്നു ദൈനംദിന ഈ KSRTC ബസ് യാത്രകളിൽ നിന്ന്. നമുക്കറിയാം കോവിഡിന് ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ അവരെ ആകർഷിക്കണം, അതേസമയം അവർക്ക് സൗകര്യമൊരുക്കണം. ഒപ്പം ഈ പറഞ്ഞ ചോർച്ച ഒഴിവാക്കി അനുബന്ധമായിട്ടുള്ള മറ്റ് വശത്തെ ഘടകങ്ങൾ, ശമ്പളം, പെൻഷൻ, ചെലവ്, വരുമാനം, ഇതെല്ലാം ഏകീകരിക്കണം. അവിടെയാണ് ഈ അഴിമതിയുടെയൊക്കെ തലം കണക്റ്റഡ് ആണോ എന്നൊക്കെ സംശയമൊക്കെ പലരും പബ്ലിക് ഡൊമൈനിൽ സംശയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു സമഗ്രമായ ഒരു ആലോചന വേണമെങ്കിൽ എവിടെ തുടങ്ങണമെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഇതിനൊരു നല്ല കഴിവുള്ള മിനിസ്റ്ററാണ് ഇപ്പോൾ KSRTCയുടെ ചുമതലയിലേക്ക് വന്നിരിക്കുന്നത്. അതിലൊന്നും നമുക്കാർക്കും സംശയമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വളരെ ആക്റ്റീവായി ഈ കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ്. നേരത്തെ മിനി ബസ് അടക്കമുള്ള സംവിധാനങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് കൃത്യമായി KSRTCക്ക് അകത്ത് ഇടപെട്ട ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനകത്ത് സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് അദ്ദേഹം കൈകാര്യം ചെയ്യും. അതിന് പ്രാപ്തിയുള്ള ഒരാളാണ് ശ്രീ KB ഗണേഷ് കുമാർ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവും ഉണ്ടാവുകയില്ല. അദ്ദേഹം അത് പഠിക്കട്ടെ, കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കട്ടെ. ഇപ്പോൾ KSRTCയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെഹിക്കിളിനെ സംബന്ധിച്ച് നഷ്ടക്കണക്കാണ് എന്ന് അദ്ദേഹം പറയാനുള്ള സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. അതായത് നയപരമായ തീരുമാനമാണ് എന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായി മെയിൻ്റനൻസ് സംവിധാനം, ഡ്യൂറബിൾ പ്രോസസ്സ് കൃത്യമായിട്ട് വേണം. അതാണ് KSRTC ചെയ്യേണ്ടതെന്ന്. അത് ഈ ഇപ്പോൾ അങ്ങ് പറയുന്ന ഇതിൻ്റെ ഈ നഗര കേന്ദ്രീകൃതമായ ഈ വിഷയത്തിൽ മാത്രമാണോ, സ്വിഫ്റ്റുമായി ബന്ധപ്പെട്ട് മാത്രമാണോ, അതോ മറ്റ് നഗരങ്ങളിലൂടെ ഓടുന്ന KSRTCയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലാഭത്തിലേക്കായാലും പൊതുജന വിഷയങ്ങളിലേക്ക് ഒക്കെ ആയാലും അതൊക്കെ താങ്കളുടെ ഒരു കൺസേണായി മാറുന്നുണ്ടോ ശ്രീ VK പ്രശാന്ത്? അല്ല, തീർച്ചയായിട്ടും നമ്മളൊരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കിഫ്ബിയിൽ നിന്നായാലും സ്മാർട്ട് സിറ്റിയിൽ നിന്നായാലും ഇത്തരം സഹായങ്ങൾ ലഭിക്കുന്നത്. ഇലക്ട്രോണിക് വെഹിക്കിൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നയത്തിന്റെ ഭാഗമായിട്ടാണ് ഫണ്ട് കിട്ടുന്നത്. ഡീസൽ വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് കിഫ്ബി പണം കൊടുക്കില്ലല്ലോ. ഡീസൽ വാഹനം വാങ്ങുന്നതിന് വേണ്ടി സ്മാർട്ട് സിറ്റി പണം കൊടുക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വാഹനങ്ങളെ കൃത്യമായി വിനിയോഗിച്ച് ലാഭത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മാനേജ്മെന്റ് സ്ട്രാറ്റജിയിലേക്ക് KSRTCക്ക് വരണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ മറ്റു കാര്യങ്ങളല്ല അതിൻ്റെ ഭാഗമായിട്ട് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് കാര്യം. നഗരത്തിനകത്ത് ഇലക്ട്രോണിക് വെഹിക്കിളുകൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുക, മറ്റു മലയോര മേഖലകളിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഡീസൽ വാഹനങ്ങളുടെ സാധ്യതയെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇത് വിവിധ പദ്ധതികളിലൂടെ ലഭിക്കുന്ന സഹായം കൂടി പ്രയോജനപ്പെടുത്തി KSRTC നല്ലൊരു നയം സ്വീകരിച്ചു കഴിഞ്ഞാൽ ലാഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. ആ നിലയിൽ പരിശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം ആ നിലയിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന ഒരു നിലപാട് ആയി പോകുമല്ലേ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുരങ്കം വെക്കേണ്ട കാര്യം മന്ത്രിക്കില്ലല്ലോ. വിവിധ സ്കീമുകളിലൂടെ ലഭിക്കുന്ന സഹായത്തെ KSRTC അനുയോജ്യമായ നിലയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ്. നാഷണലൈസ്ഡ് റൂട്ടുള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഒഴിവാക്കിക്കോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു തന്ത്രം എടുത്തുകൊണ്ട് ഇതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. നഗര മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. അതിനുതകുന്ന നിലയിലുള്ള സർവീസുകൾ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്ത് KSRTCക്ക് ലാഭം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ രാഹുൽ, എന്തായാലും നമുക്ക് ഒത്തൊരുമയോടുകൂടിയുള്ള കൈ പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ KSRTCയെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ കരകയറ്റുക എന്നുള്ളത്. ഈ സംഘടനകളുമായിട്ടൊക്കെ എടുക്കുന്ന ഇക്കാര്യത്തിലുള്ളൊക്കെ ആശയവിനിമയങ്ങൾ കൃത്യമായി ഉണ്ടാകുന്നുണ്ടോ? എവിടെയാണ് ഫോക്കസ് ചെയ്യണമെന്നാണ് നിങ്ങൾ സംഘടനകൾ ഒന്നാകെ? കാരണം ഈ വിഷയത്തിൽ എന്തായാലും ഇതിൻ്റെ വെൽഫെയറുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായം ആർക്കും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ നടപ്പാക്കുന്ന രീതിയെക്കുറിച്ച് പല രീതിയിലുള്ള ഓപ്ഷൻസോ അഭിപ്രായമൊക്കെ നിങ്ങൾക്കുണ്ടാകും. എങ്കിലും ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിൽ നിങ്ങൾ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ പറയുന്ന നമ്മൾ ഇന്നത്തെ വിഷയം മാത്രമല്ല, KSRTC മാനേജ്മെൻറ്റിൻ്റെ ആയാലും ഈ ശമ്പളം നൽകണം, മറ്റ് വെൽഫെയർ എല്ലാം കൃത്യമാകണം. അതുകൊണ്ട് നമുക്ക് എവിടെ കൈവയ്ക്കേണ്ടി വരും? അല്ല, അത് ഒരുപാട് ഒരു വലിയൊരു വിഷയമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ പ്രത്യേകം തൊട്ട് വർത്തമാനം പറയാൻ പറ്റുന്ന ഒരു നിലയല്ല.
KSRTC പൊതുവിൽ വരുമാനം ഏറ്റവും മെച്ചപ്പെട്ടതാണ്. നിങ്ങളെല്ലാം കാണിക്കുന്ന വല്ലപ്പോഴും ഒക്കെ എഴുതി കാണിക്കാറുണ്ട് KSRTC ഏറ്റവും മെച്ചപ്പെട്ട വരുമാനമാണെന്ന്. 8 കോടി രൂപ 9 കോടി രൂപ ശരാശരി. നേരത്തെ ഇവിടെ ശ്രീ ഡിജോ കാപ്പർ സൂചിപ്പിച്ചതുപോലെ 54 രൂപ ഏണിംഗ് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് അദ്ദേഹത്തിനും അറിയാം, നമുക്ക് ഈ മേഖല പരിശോധിക്കുന്നവർക്കറിയാം. രാജ്യത്ത് ദേശീയ ശരാശരി എടുത്തു നോക്കിയാൽ ഏറ്റവും ഉയർന്നതാണ്. 54 രൂപ 55 രൂപയൊക്കെ ഏണിംഗ് പെർ കിലോമീറ്റർ ലഭിക്കുക എന്ന് പറയുന്നത്. അതും അദ്ദേഹം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾവോ ബസ് കേന്ദ്ര സർക്കാർ ഫ്രീ ആയിട്ട് ഒന്ന് വെറുതെ ഇട്ടിരിക്കണമെന്ന് പറയില്ലേ, അതൊക്കെ 1.5 മൈലേജാണ്. 1.5 1 ലിറ്റർ പെട്രോളിന് ഡീസൽ അടിച്ചാൽ 1.5 മൈലേജ് കിട്ടുന്ന AC ബസ്സുകൾ കൂടി ചേർന്ന് അതിൻ്റെ ചിലവും കൂടി കണക്കിലെടുക്കുമ്പോഴാണ് 54 രൂപ വരുമാനം എന്ന നിലയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് KSRTC മെച്ചപ്പെട്ട നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമുക്കുണ്ടാകാവുന്ന ചിലവുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. ഡീസലിൻ്റെ വിലവർദ്ധനവായാലും ഇൻഷുറൻസിൻ്റെ പ്രീമിയം ആയാലും ശരി, സ്പെയർ പാർട്സുകളുടെ വിലവർദ്ധനവായാലും ശരി, അതെല്ലാം ചിലവുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. വരുമാനമാണ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ആ പഴയ ബാധ്യതകളും ചിലവും ഇതെല്ലാം കൂടി ചേരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെ KSRTC സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പിന്നെ ഇത്രയും വർഷമായി 65 മുതൽ നമ്മൾ ഏറ്റെടുത്ത് പോകുന്ന പെൻഷൻ്റെ ഒരു ബാധ്യതയും അതുമായി ബന്ധപ്പെട്ട് 84 മുതൽ ഉള്ള പെൻഷൻ്റെ ബാധ്യതയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രശ്നം. പക്ഷേ ഇതൊന്നും പരിഹരിക്കാൻ കഴിയാത്തതാണ് എന്ന ധാരണ ഇതിനകത്ത് പണിയെടുക്കുന്ന ഒരു തൊഴിലാളി 25 വർഷത്തോളമായി ഇതിനകത്ത് തൊഴിലെടുക്കുകയും ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു സാധാരണ തൊഴിലാളിയായ എന്നെപ്പോലുള്ളവർക്ക് ഇതൊന്നും പരിഹരിക്കാൻ കഴിയാത്തൊരു വലിയ വിഷയമാണ് എന്നുള്ള ധാരണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടാകേണ്ടി വരും. ആ മാറ്റങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ ചർച്ചയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു പ്രതികരണം കൂടി മന്ത്രി നടത്തിയതൊന്ന് കേട്ട ശേഷം ഞാൻ VK പ്രശാന്തിലേക്ക് അവസാന ചോദ്യം നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ വന്ദേ ഭാരതിനോട് അദ്ദേഹം താരതമ്യം ചെയ്യുന്നുണ്ട്. അതൊന്ന് പ്രതികരണമായി കേൾക്കാം. വന്ദേ ഭാരതിൽ ടിക്കറ്റ് ഇറക്കി കുറച്ചിട്ടാണ് ആൾ കയറുന്നത്. നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല. എന്തായാലും പ്രശാന്ത്, ഉപമയാണെങ്കിൽ കൂടിയും നമുക്ക് ഇവിടുത്തെ നമ്മുടെ താഴെത്തട്ടിലുള്ള ആളുകളുടെ ആശ്രയ കേന്ദ്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആ രീതിയിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇതൊരു വിമർശനയോടുകൂടിയല്ല ഈ ബൈറ്റ് കേൾപ്പിച്ചത്, ഒന്ന് പരാമർശിച്ച് പോയെന്നേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളുടെ കൂടി വിഷയം കണ്ടുകൊണ്ടാണോ VK പ്രശാന്തിൻ്റെ പ്രതികരണം വന്നത്? ഇങ്ങനെ ഒരു നിലപാട് വരുന്നു എന്ന് അറിഞ്ഞ ആരെങ്കിലും ഈ ജനങ്ങളെ നേരിട്ടറിയുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു MLA ആണ് VK പ്രശാന്ത്. കാരണം ഞാൻ അങ്ങയുടെ മണ്ഡലത്തിൽ ഉള്ള ഒരാളാണ്, എനിക്ക് നന്നായി അങ്ങേ അറിയാവുന്ന ഒരാളുമാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ കൂടി കണ്ടുകൊണ്ടാണോ താങ്കൾ ഇങ്ങനെ ഒരു 2 വരി കുറിക്കാമെന്ന് വിചാരിക്കുകയും അതിനെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മാതൃഭൂമി ന്യൂസിലൂടെ അറിയിക്കുകയും ചെയ്തു? അല്ല, ഇപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളൊക്കെ വിവിധ അസോസിയേഷനുകളുടെ യോഗത്തിന് പോകുമ്പോൾ ഒക്കെ ആളുകൾ ബസ് സർവീസുകൾ ഇടേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ കൊടുത്തൊരു മറുപടി, ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ബസ് വരും, കിഫ്ബിയുടെ ബസ്സുകൾ വരും, അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ് ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നൊരു ഉറപ്പ്. അപ്പോൾ അത് നിന്നു പോയാൽ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രയാസം വളരെ വലുതാണ്. 10 രൂപയാണ് പ്രശ്നമെങ്കിൽ അത് ഉയർത്തുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കട്ടെ. അപ്പോൾ ജനങ്ങൾക്ക് ഭാരമാകാത്ത വിധത്തിൽ ആ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്ത് തുറന്നു കൊണ്ടുപോകണം എന്നുള്ള ഒരു ജനകീയ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ഗവൺമെൻറ്റും അത് പരിഗണിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും അങ്ങനെ ഒരു നിലപാട് അറിയിക്കുകയായിരുന്നു ശ്രീ VK പ്രശാന്ത്. ഒപ്പം ശ്രീ MG രാഹുൽ തത്സമയം ചർച്ചയിൽ പങ്കുചേർന്നതിന് നന്ദി. ഡിജോ കാപ്പനും നന്ദി അറിയിക്കുകയാണ്. KSRTCയുമായി ബന്ധപ്പെട്ട് പുതിയ സാഹചര്യത്തിൽ ഉയർന്നു വന്ന ഗതാഗത മന്ത്രിയുടെ പ്രതികരണങ്ങൾ മുൻനിർത്തിയുള്ള ചർച്ചയായിരുന്നു നടന്നത്.